ഹലോ, ഞാൻ ജാനകിയാണ്. നിങ്ങൾക്ക് ഈ പാലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഇത് നേര്യമംഗലം പാലാണ്. നമ്മളിപ്പോൾ മൂന്നാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം മൂന്നാറായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഓണത്തിന് നമ്മൾ മൂന്നാറിൽ എന്തൊക്കെ ചെയ്തു എന്ന്. ഇതിപ്പോൾ ഞങ്ങൾ ഏത് റിസോർട്ടിലാണ് താമസിച്ചത് അവിടേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അത്. ഈ മുമ്പിൽ പോണ കാറാണ് കേട്ടോ വലിയച്ഛൻ്റെ കാറ്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് പോയത്. നല്ല ഉഗ്രൻ ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മൂന്നാറിൽ. അപ്പോൾ കുഞ്ഞേച്ചി സൺറൂഫൊക്കെ തുറന്നിട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്, കാരണം എനിക്ക് എക്സാംസ് ഒക്കെ ആയിരുന്നു. അതാണ് ഓണത്തിൻ്റെ അന്ന് മൂന്നാർ പോയ ട്രിപ്പിൻ്റെ വീഡിയോ ഇപ്പോൾ ഇടുന്നത്. കുഞ്ഞേച്ചിയും വല്യമ്മയും വല്യച്ഛനും എല്ലാവരും സൺറൂഫ് തുറന്നു കേട്ടോ. അവർ അമ്മൂമ്മേനെ പോലും വെറുതെ വിട്ടില്ല. അമ്മൂമ്മ എൻജോയ് ചെയ്തു കേട്ടോ നല്ലോണം. അങ്ങനെ ഞാനും സൺറൂഫ് തുറന്നു നിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഇങ്ങനെ നിൽക്കണ കാരണം പുറത്തെ ആൾക്കാരൊക്കെ ഞങ്ങളെ നോക്കി ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ക്ലബ് മഹീന്ദ്ര എത്തി. നമ്മൾ ഇവിടെയായിരുന്നു കേട്ടോ മൂന്നാർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കാണാൻ പോണ വീഡിയോസ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർഡർ ഇല്ലാത്ത മാതിരി തോന്നും കേട്ടോ. എന്നാലും ഇതായിരുന്നു റിസപ്ഷൻ. പിന്നെ അവിടെയാണ് അവരുടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ളത്. പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ റൂം. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് സ്പേഷ്യസ് റൂമായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല വാഷ്റൂമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് റൂം ടൂർ. പിന്നെ ഇതാണ് ബാൽക്കണി തുറന്ന് കാണിക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പുറകെ പറയണതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഞാൻ ഉറങ്ങുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉറങ്ങണ ഒരു സീനാണ്. നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ചെറുതായിട്ട് ഭൂതത്തിൻ്റെ മാതിരിയാണ് ഉറങ്ങണത്. അപ്പം ഞാൻ റൂം ടൂറിൻ്റെ ആദ്യം ഒരു സ്റ്റിക്കർ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോറിൻ്റെ അവിടെ ഒട്ടിച്ചിരിക്കുന്നത്, ബിവെയർ ഓഫ് മങ്കീസ് എന്ന്. അതെന്താണെന്ന് വെച്ചാൽ ജനലൊന്നും തുറന്നിടരുത്, കുരങ്ങന്മാരെ അകത്ത് കയറുന്നതാണ് അവർ ഉദ്ദേശിച്ചത്. ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാവം തോന്നിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കുഴലപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. കുഴലപ്പം കൊടുക്കരുതായിരുന്നു. ഭയങ്കര വലിയ മിസ്റ്റേക്കായിരുന്നു ഞങ്ങൾ ചെയ്തത്. കാരണം കുഴലപ്പം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഡോറിൽ വന്ന് കൊട്ടുമായിരുന്നു. കുറേ കൊട്ടി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജനൽ തുറക്കാൻ നോക്കുക, ബാൽക്കണിയിൽ വന്നിട്ട് തുറക്കുന്ന ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തിനാ അവർക്ക് ഇനിയും ഭക്ഷണം വേണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു ആദ്യമൊക്കെ, പക്ഷേ കുറച്ച് പേടിയൊക്കെ ആയിട്ടോ. പിന്നെ ഇത് ഞാനും ഏട്ടനും കുഞ്ഞേച്ചി എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി പോയി കഴിഞ്ഞാലാണ് കേട്ടോ ഞങ്ങളുടെ കോട്ടേജസ് ഒക്കെ ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മുടെ മെയിൻ റിസപ്ഷൻ ഏരിയയിലേക്ക് പോയാലോ. അവിടെയാണ് അമ്മൂമ്മയുടെയൊക്കെ റൂം. അത്യാവശ്യം നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കോട്ടേജിൽ നിന്ന് അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ റൂമിലേക്ക്. പക്ഷെ നമ്മളോട് അവരോട് ബഗ്ഗിയോ ജീപ്പാറ്റോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ പിക്കപ്പും ഡ്രോപ്പൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഈ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടാലോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉഗ്രനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തായിരുന്നു ഇവരുടെ ഹാപ്പി ഹബ് എന്ന് പറഞ്ഞിട്ടൊരു റൂം. അവിടെ കുറേ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അവിടെ പോയി ഒന്ന് നോക്കിയാലോ. ഹാപ്പി ഹബിൻ്റെ മുമ്പിൽ അവർ കുറേ പൂക്കളൊക്കെ ഇടായിരുന്നു കേട്ടോ. ഓണത്തിന് വേണ്ടി അവർ റെഡിയാവുമായിരുന്നു. ഇതാണ് കേട്ടോ ഹാപ്പി ഹബ്. കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഇവിടെ രാത്രി ഓരോ DJയും ഓരോ ഷോസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ ഈ ബുൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിം കളിച്ച് നോക്കിയിട്ടോ. ആദ്യത്തെ പ്രാവശ്യം തന്നെ നടുക്കത്തെ പോയിന്റിൽ വെച്ചു. പക്ഷേ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ ചീറ്റിംഗ് ആണ് ചെയ്യണേ, ഞാൻ ഭയങ്കര അടുത്താണെന്ന്. പിന്നെ ഞാൻ ഈ ഒരു പാർട്ട് ഓഫ് ദ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു സെപ്പറേറ്റ് റീലായിട്ട്. കാണാത്തവർ വേഗം ഒന്ന് ഓടിച്ച് കണ്ടോളൂ. നമ്മൾ ഓണത്തിൻ്റെ അന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ. ഓണസദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഡ്രൈവിന് പോയി. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ടും ഇത്രയും കോടമഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ഭംഗിയുള്ള സ്ഥലത്ത് നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ കോണൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോണ വഴി നല്ല ഉഗ്രൻ വ്യൂ ആയിരുന്നു കേട്ടോ.
പിറ്റേ ദിവസം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാറിൽ. നല്ല റിലാക്സിങ് ട്രിപ്പായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ സദ്യമ്മ ആദ്യമായിട്ടായിരുന്നു കേട്ടോ മൂന്നാർ വരെ ഉണ്ടായിരുന്നത്. അമ്മമ്മയ്ക്ക് ഇഷ്ടമായി എന്നാണ് തോന്നണത്. എന്തായാലും എൻ്റെ മൂന്നാർ ട്രിപ്പ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.